ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. 80 ml പാലെടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു ടീസ്പൂൺ കൊണ്ട് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് നീക്കി വെക്കുകയാണ്. ഈ പൊടികൾ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അളന്നെടുത്ത അതേ ടീസ്പൂൺ കൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഷുഗർ സിറപ്പിൽ മുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 ടീസ്പൂൺ വേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1-2 ടീസ്പൂൺ ആയാലും മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. അല്ല ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്തു വയ്ക്കാൻ മറന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ഡോണറ്റ് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പാലിൽ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചത് ചെറുതായി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഈസ്റ്റുള്ള പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. കൈമ്മ ഒട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈമ്മ ഒട്ടി പിടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ബട്ടർ ഉണ്ടായിരിക്കണം എന്ന്. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഒരു 1/4 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ കയ്യിലെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം വെച്ച് കൊടുക്കേണ്ടി വരും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്നെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇനി ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കനം പോലെ നല്ല കനം കുറച്ചിട്ട് പരത്തി കൊടുക്കണ്ട. കുറച്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു കപ്പ് എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ അതാ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 4 എണ്ണം ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രാവശ്യം പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ബാക്കിയുള്ളത് മാവെല്ലാം കൂടി എടുത്തിട്ട് വീണ്ടും കുഴച്ചിട്ട് വീണ്ടും പരത്തിയിട്ട് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ അടുത്തതും ഞാൻ പരത്തിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ മാവ് കഴിയുന്ന വരയ്ക്ക് ഇതേപോലെ തന്നെ പരത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം അതേപോലെ തന്നെ ഈ ഡോണറ്റിൻ്റെ ഷേപ്പ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. എന്നിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അത് നടുവിൽ വെച്ചിട്ട് ഒന്ന് ഹോളാക്കി കൊടുക്കണം. അപ്പം ഈ സൈസിലുള്ള 7 വലിയ ഡോണറ്റും പിന്നെ ഒരു ചെറിയൊരു ഡോണറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒരു നനഞ്ഞ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ചെറുതായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു ടൈമിൽ ഒരു പാനിലേക്ക് 1/3 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ലൈമിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് ആവുന്ന ഒരു ടൈമിൽ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ഡോണറ്റുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് കളർ മാറിപ്പോകുമെന്ന ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഓരോ ഡോണറ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണറ്റ് നമുക്ക് സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ ഡോണറ്റുകളും ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പട്ടയുടെ പൊടിയാണ്. അപ്പോൾ പട്ടയുടെ പൊടി പൊടിച്ചെടുത്തതാണ്. പട്ട പൊടിച്ചെടുത്ത പൊടിയാണ്. അതിന് 2 നുള്ളാണ് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഡോണറ്റും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഡോണറ്റും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഡോണറ്റ് എടുക്കുക, അതിൻ്റെ ഒരു പകുതി ഭാഗം ഷുഗർ സിറപ്പിൻ്റെ പാനിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുകയാണ്.
അതിനുശേഷം നമുക്കൊരു ട്രൈയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ ഡോണറ്റുകളും ഇതേപോലെ തന്നെ മുക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സ്പ്രിങ്കിൾസ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ, ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചെണ്ണത്തിൽ മാത്രം ഞാനാണ് ഷുഗർ സ്പ്രിങ്കിൾസ് ഇട്ട്. അപ്പോൾ ഈ ഡോണറ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിലത്തെ ചെറിയ ഡോണറ്റ് എടുത്തിട്ട് ഞാനൊന്ന് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ബ്രെഡിൻ്റെ ഒക്കെ പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡോണറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.